ചേച്ചി, ഇതിലും വലുത് കിട്ടുമോ, കാണുമോ? ആ, ഇതിലും വലുത് കിട്ടുമോ കാണുമോ എന്നൊക്കെ നീ അന്വേഷിച്ച് നോക്കണം മോളെ, നന്നായിട്ട് അന്വേഷിക്കണം. അപ്പോൾ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. ചേച്ചി അതിനെന്നെ സഹായിക്കുമോ? പിന്നെ എനിക്കതിലെ പണി. എടി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീയാണ് ഞാൻ. അല്ലാതെ എനിക്കെങ്ങും പുറത്തു പോയി ഒന്നും തിരയാൻ വയ്യ. ചേച്ചിക്ക് എന്നോട് യാതൊരു ആത്മാർത്ഥതയുമില്ല. ഈ കാര്യത്തിൽ ഇത്തിരി ആത്മാർത്ഥത കുറവാണ്. അവനവൻ്റെ അരിമണി അവനവൻ തന്നെ കണ്ടുപിടിക്കണം എന്നാണ് രാധ ചേച്ചിയുടെ പക്ഷം. അപ്പോൾ രാധ ചേച്ചി എഴുതിയിരിക്കുന്ന ആ മെയിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? മാഡം, എൻ്റെ പേര് രാധ, യഥാർത്ഥ പേരല്ല. 45 വയസ്സുണ്ട്. ഭർത്താവ് ഒരു ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റിയാണ്. വർഷങ്ങളായി കുഴപ്പമൊന്നുമില്ലാതെ പോകുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടേത്. നഗരത്തിനോട് ചേർന്ന് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അടുത്തടുത്ത് വീടുകളുണ്ട്. അവിടെ ഉള്ളവരുമായിട്ടെല്ലാം ഞങ്ങൾക്ക് നല്ല ബന്ധവുമാണ്. ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് ഇവിടെയുള്ള ഒരു ട്രസ്റ്റാണ് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവർ ഹോസ്റ്റൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത്. അവരുടെ മഠവും അനുബന്ധമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയുണ്ട്. അവിടെ അവർ സുരക്ഷിതമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിവാഹം ഒത്തിരി താമസിച്ചാണ് ഉണ്ടായത്. അതിന് കാരണം എൻ്റെ അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. ആ വീട്ടിൽ സഹായിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകാറുണ്ട്. അവിടുത്തെ ഇളയ മകൻ കാണാൻ അന്നേ ഒരു സുന്ദരക്കുട്ടപ്പനാണ്. നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കെല്ലാം അങ്ങേരെ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ഇളക്കമല്ലേ മാഡം, ഞാൻ അടങ്ങിയിരിക്കുമോ? ഞാനും സുന്ദരിയാണ്. ഒന്നിലധികം സ്ത്രീകളുമായി അവന് നല്ല കൂട്ടുകെട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നേക്കാൾ ഒരു വയസ്സ് മൂപ്പ് മാത്രമേ ഉള്ളൂ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബൈക്കിൽ ഒത്തിരി പെണ്ണുങ്ങളുമായിട്ട് കറങ്ങി നടക്കുകയാണ്. പണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എങ്കിലും വലിയ വീട്ടിലെ പെൺകുട്ടികളോടാണ് അവന് താല്പര്യം. ഇതൊക്കെ എനിക്ക് വല്ലാത്ത അസൂയായിരുന്നു. ഇരുന്നിരുന്ന് ഒരു ദിവസം അസൂയ പൊട്ടിത്തെറിക്കുന്ന രീതിയിലായി. അവൻ തനിയുള്ളപ്പോൾ എൻ്റെ അമ്മ എന്നെ ആ വീട് ഏൽപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോയ സമയത്ത് ഞാൻ വെറുതെ അയാളുടെ മുറി വൃത്തിയാക്കാനെന്നുള്ള ഭാവേനെ അവിടേക്ക് ചെന്നു. പുള്ളിക്കട്ടിയിൽ ഒരു ബർമുടയൊക്കെ ഇട്ട് കിടക്കുകയാണ്. എന്നോട് എന്തിനാ വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുറി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അത് തൻ്റെ അമ്മയല്ലേ ചെയ്യുന്നത്. ഇന്നമ്മ എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയെന്ന്. അമ്മ എന്നെ ഒന്നും പറഞ്ഞേൽപ്പിച്ചിട്ടില്ല. അമ്മ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ ആണുങ്ങളുടെ മുറിയിൽ പോകരുതെന്നും. എന്നാലും ഞാനവിടെ അങ്ങ് തൂത്ത് വാരി. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ എന്തൊക്കെയോ വായിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ അടിമുടി നോക്കി. ദൈവമേ, വലിയ വീട്ടിലെ ആണുങ്ങളൊക്കെ ഇത്രയും സുന്ദരന്മാരായിരിക്കുന്നത് എങ്ങനെയാണ്? പെണ്ണുങ്ങളും അങ്ങനെ തന്നെ. വെളുത്ത് തുടുത്ത് കാലുകളൊക്കെ കണ്ടെത്തിന് നമുക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നും. എന്ത് നല്ല സ്കിന്നാണ്. എനിക്കെന്താ ഇങ്ങനെയൊന്നും ഇല്ലാത്തത്? മുഖസൗന്ദര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ സ്കിന്നിന് ഒരു സോഫ്റ്റ്നെസ് ഇല്ലേ? ഞാൻ ഒരു പൂർണ്ണ സുന്ദരിയല്ലേ? എനിക്ക് അങ്ങേരെ കണ്ടപ്പോൾ സ്വയം വിലയിരുത്തി പല അസൂയകളും തോന്നി. എങ്കിലും പുള്ളിക്ക് എന്നോട് അട്രാക്ഷൻ ഉണ്ടാകുമോ? ബൈക്കിലൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന പെണ്ണുങ്ങളെപ്പോലെ എന്നെയും ഒരു ദിവസം കാണുമോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞു മറിഞ്ഞു നിന്ന് ഞാൻ മുറ്റമടിക്കുന്ന പോലെയാണ് റൂം അടിച്ചത്. പുള്ളി പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്നില്ല. എന്നെ അങ്ങേർക്ക് പുല്ല് വിലയാണോ എന്നെനിക്ക് തോന്നിപ്പോയി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, കട്ടിലിനടിയിലൊക്കെ എന്തൊക്കെയായി കിടക്കുന്നത്, ഒരു വൃത്തിയുമില്ലല്ലോ എന്നൊക്കെ. അപ്പോഴേക്കും പുള്ളി പറഞ്ഞു, എന്നെ വെറുതെ ഭരിക്കാൻ വരരുത്, നീ ഇവിടുത്തെ ജോലിക്കാരുടെ മോളാണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനെന്താ, എന്നാലും പറയാനുള്ളത് ഞാൻ എവിടെയാണെങ്കിലും പറയും എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഉടക്കിലാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായി ശരിക്കും പരിചയപ്പെട്ടത്. എന്തായാലും അമ്മ എന്നെ ഏൽപ്പിച്ചു പോകുന്ന സമയത്ത് വീട്ടിൽ വേറെ ആരുമില്ല, അങ്ങേര് മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ വെറുതെ മുറിലേക്ക് ചെല്ലും. പതുക്കെ പുള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ എല്ലാ കാര്യത്തിനും ഓക്കെയാണ്, പക്ഷേ അവസാനം എൻ്റെ തലയിലിരിക്കരുത്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ലെന്ന്. ഞാൻ പറഞ്ഞു, കല്യാണം കഴിക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്, കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, അതുകൊണ്ടാണെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, കണ്ടപ്പോഴുള്ള ഇഷ്ടമൊക്കെ ഓക്കെ, പക്ഷേ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നിട്ട് അവസാനം തലവേദനയാകരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല. ഒരു സ്ത്രീ സ്വയം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ പുരുഷന് എന്താ മാഡം പ്രശ്നം? അങ്ങനെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ തീരുകയായിരുന്നു. അവസരങ്ങളുണ്ടാക്കി ഞാനാണ് അങ്ങോട്ട് ചെന്നത്. കാര്യം എനിക്കെന്തോ ഹരം പിടിക്കുകയായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ. ആ ഒരു സുന്ദരനെ ഞാനും സ്വന്തമാക്കിയല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു സംതൃപ്തി തോന്നി. പക്ഷേ അവസാനം നല്ലതുപോലെ നീട്ടി ഛർദ്ദിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ അന്നത്തെ കാലത്ത് വലിയ കൊടുമുടിയിലേക്ക് എത്തിയത്. അമ്മ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ
ഞാൻ ഉള്ളത് പറഞ്ഞു. പുള്ളി ഒട്ടും കുറ്റക്കാരനല്ല, ഞാൻ അങ്ങോട്ട് ചെന്നതാണെന്ന് അമ്മയോട് ഞാൻ തുറന്നു പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇതാണ് നിന്നോട് ഞാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. എനിക്ക് നിന്നെ പണ്ടേ അറിയാവടി. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഇല അനക്കുന്നുണ്ടോയെന്ന് നോക്കി നടക്കുകയാണ് അവൾ. ഇതുപോലൊരെണ്ണം എൻ്റെ വയറ്റിൽ വന്ന് പിറന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അവസാനം അവിടുത്തെ സാറിനോട് പറഞ്ഞു. സാറിന് പിന്നെ ഇതൊന്നും പുത്തരിയല്ല. മകൻ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഡോക്ടറെ അടുത്ത് പറഞ്ഞു വിട്ടു. അത് ക്ലീൻ ആക്കി. അത് കഴിഞ്ഞ് അമ്മ എന്നോട് പറഞ്ഞു, എന്തായാലും നാട്ടുകാരിത് അറിയും. നിന്റെ കല്യാണം ഉടനെ എങ്ങും നടക്കാൻ പോകുന്നില്ലെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ എനിക്ക് കല്യാണം നടക്കണമെന്നൊന്നുമില്ല. കാര്യം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണം. അത് നടന്നല്ലോ. എങ്കിലും അത് കഴിഞ്ഞുണ്ടായ അസ്വസ്ഥതകൾ ചില്ലറയായിരുന്നില്ല. 2 വർഷം എടുത്തു എനിക്ക് കുഴപ്പങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി. പിന്നീട് ഞാൻ ഒരു കടയിലാണ് ജോലിക്ക് നിന്നത്. ഇനി ഇത്തരം അബദ്ധങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ എങ്ങനെയോ ഈ കാര്യങ്ങളൊക്കെ മണത്തറിഞ്ഞ എൻ്റെ കുഞ്ഞമ്മ തന്നെയാണ് നാട്ടിൽ പറഞ്ഞു വരുത്തിയത് എനിക്കിങ്ങനെ അബദ്ധം സംഭവിച്ചു എന്ന്. അമ്മ കുഞ്ഞമ്മയോട് എങ്ങനെയോ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അമ്മ സമ്മതിക്കുന്നില്ലെങ്കിലും അമ്മ പറഞ്ഞു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കുഞ്ഞമ്മ തന്നെയാണ് ഇതിന് കാരണക്കാരി. അങ്ങനെ പേരുദോഷമായിട്ട് എൻ്റെ കല്യാണം നടന്നില്ല. അവസാനമാണ് ദൂരെ ഒരു നാട്ടുകാരനായ എൻ്റെ ഭർത്താവ് വന്ന് എന്നെ കിട്ടിയത്. അതും രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അപ്പോഴേക്കും എനിക്ക് നല്ല പ്രായവുമായല്ലോ. 33 വയസ്സെന്നൊക്കെ പറയുമ്പോഴേക്കും അന്നത്തെ കാലത്ത് എല്ലാവർക്കും മൂക്കിൽ കൈ വെക്കുന്ന പ്രായമാണ്. അത്രയും നാൾ നിന്ന് കഴിഞ്ഞാൽ മൂത്ത് നരച്ച് നിന്നെന്ന് പറയും. എന്തായാലും എൻ്റെ ഭർത്താവും മൂത്ത് നരച്ച് നിന്നതാണ്. 36 വയസ്സുണ്ടായിരുന്നു അന്ന്. പുള്ളിക്ക് എന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പൊന്നിൻ കട്ട കിട്ടിയതുപോലെ എന്നെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പറന്നു. എന്തായാലും ഈ നാട്ടിൽ നിന്ന് എൻ്റെ കഥകൾ കേൾക്കാനൊരു ഭാഗ്യം അദ്ദേഹത്തിന് ആദ്യകാലത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ വീട്ടിൽ പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും എൻ്റെ കുഞ്ഞമ്മ തന്നെ ഈ കഥകളൊക്കെ ഭർത്താവിന് പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്ക് 2 കുട്ടികളുമായി. പക്ഷേ ഞാനത് സമ്മതിച്ചില്ല. എല്ലാം കുഞ്ഞമ്മ എന്നോടുള്ള വിരോധം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കഥകളാണെന്ന് പറഞ്ഞു. പിന്നെ ഭർത്താവ് കുറച്ചൊക്കെ നടങ്ങിയിരുന്നെങ്കിലും പുള്ളിയും പുള്ളിയുടെ രീതിയിൽ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ നാട്ടുകാരെല്ലാം ഈ കഥ തന്നെയാണ് പറഞ്ഞത്. എന്നെ നിർത്തി ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് സുന്ദരനും സമ്പന്നനുമായ ഒരു ചെറുപ്പക്കാരനോട് തോന്നിയ ആശ കൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. ഭർത്താവ് കുറേ നാളെടുത്തു അത് ക്ഷമിക്കാൻ. അത് കഴിഞ്ഞതിൽ പിന്നെ എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല. ഇടയ്ക്ക് എന്നോട് പറയും, നീ എത്ര പാവമായിട്ട് അഭിനയിച്ചാലും അത്ര പാവമല്ലെന്ന് എനിക്കറിയാവുന്ന. ഒന്ന് പോ മനുഷ്യ, പണ്ടങ്കോ നടന്ന കാര്യമാണ്, നിങ്ങൾ വെറുതെ എന്നെ കുറ്റപ്പെടുത്താതെ എന്ന് പറയും. എന്തായാലും പുള്ളിക്കാരൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുകയാണ് സുജ എന്നേക്കാൾ 7 വയസ്സിനിളയതാണ്. അവളുടെ ഭർത്താവ് ഒരു ചെറിയ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു കുട്ടിയുണ്ട്. 2 പേരും കൂടി പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ്. പിന്നെ ഇവിടെ വന്ന് താമസിക്കുകയാണ്. വാടകയ്ക്കാണ്. ഞങ്ങളുടേത് സ്വന്തം വീടാണ്. 3 മൂട് തെങ്ങുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തേങ്ങ വാങ്ങാൻ വേണ്ടി അവൾ വരും. നല്ലപോലെ കായ്ഫലമുള്ള തെങ്ങാണ്. ഒരു ദിവസം അവൾ വന്ന് പറഞ്ഞു, ചേച്ചി ഇതിലും വലുതുണ്ടോ? വലുതുണ്ടെങ്കിലേ അരയ്ക്കാൻ പറ്റൂ. അതും തടി, ചെറിയ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തേങ്ങയില്ലേ എന്ന് ചോദിച്ചപ്പം, എന്നാലും ചേച്ചി വലുതങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞ് അരയ്ക്കുമ്പോഴുള്ള ഒരു സുഖം ചെറിയ തേങ്ങയാണെങ്കിൽ കിട്ടില്ലെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നീ ശരിക്കും തേങ്ങയെപ്പറ്റി തന്നെയാണോ പറയുന്നതെന്ന്. ചേച്ചിക്ക് കേട്ടപ്പോൾ എന്ത് തോന്നി? മറ്റെന്തെങ്കിലും ആണെങ്കിലും അങ്ങനെ തന്നെയാണെന്ന് അവൾ പറഞ്ഞു. പണ്ടുള്ളവർ ചോദിക്കും, നീ എന്ത് തേങ്ങ കണ്ടിട്ടാ ചാടിപ്പോന്നേന്ന്. എന്ത് കണ്ടിട്ടാടി നീ നിന്റെ ഭർത്താവിനോട് ചാടിപ്പോന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, അന്ന് തെങ്ങിൽ കിടക്കുന്ന തേങ്ങ ഒന്നും ഞാൻ കണ്ടില്ല ചേച്ചി. കാണാതെ ചാടി വന്നു. എൻ്റെ ജീവിതം അബദ്ധത്തിലാകുകയും ചെയ്തു. അപ്പോൾ നീ നല്ലപോലെ കഷ്ടപ്പെട്ട് ഒന്ന് തിരിഞ്ഞാൽ മോളെ നിനക്കരയ്ക്കാൻ നല്ല മുഴുത്ത തേങ്ങകൾ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അവൾ എന്നെ അർത്ഥവത്തായിട്ടൊന്ന് നോക്കി. ചേച്ചി അങ്ങനെ ട്രൈ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങും തെങ്ങ് ഞാൻ കാണുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, വീട്ടിൽ കുത്തിയിരുന്ന് ഭർത്താവിന് കഞ്ഞിയും കറിയും വെച്ച് കൊടുത്ത് കൊച്ചിനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ തെങ്ങും കാണില്ല, മാവും കാണില്ല. ദേ ഇവിടെ അടുത്ത് സിറ്റിയാണ്. അവിടെ എന്തെങ്കിലും ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ ദേ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ഇറങ്ങി നടക്കുമോ, പാർക്കിൽ പോയിരിക്കുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് തെങ്ങും കാണാം കവുങ്ങും കാണാം എന്ന് പറഞ്ഞു. ഉള്ളതാണോ ചേച്ചി? പിന്നെ എത്രയോ പെണ്ണുങ്ങൾ അങ്ങനെ വന്നിരുന്ന് സൂപ്പറായിട്ട് ജീവിച്ചു പോന്നു. എൻ്റെ പൊന്നു ചേച്ചി, എനിക്ക് ഏത് വഴിക്കെങ്കിലും നല്ലപോലെ പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഇറിറ്റബിളായി വരികയാണെന്നും. അതങ്ങനെ അടി, പ്രേമിച്ച് കല്യാണം കഴിച്ച് അത് കുളമാകുന്നവരാണ് കൂടുതലും. ചേച്ചി ചേട്ടനോട് പറയാമോ എനിക്ക് ഹോസ്പിറ്റലിൽ വല്ല ജോലിയും വാങ്ങിത്തരാമോ എന്ന്? വരട്ടടി, ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞു. അവളുടെ സംസാരത്തിലും ആറ്റിറ്റ്യൂഡിലും
പണ്ടത്തെ എന്നെയാണ് ഞാൻ കണ്ടത്. ബെല്ലുമില്ല ബ്രേക്കുമില്ലാത്ത ഒരു പെണ്ണ് പ്രേമിച്ചെടുത്തിൻ്റെ കൂടെ ചാടിപ്പോന്നു. ഇപ്പം ജീവിതം ഇങ്ങനെയാകുകയും ചെയ്തു. കഷ്ടപ്പാടാണ്. വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞ തമാശകൾ ഉൾപ്പെടെ ഞാൻ ഹസ്ബൻഡിനോട് എല്ലാം പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എടി അവൾക്ക് മറ്റ് താല്പര്യങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ ഞാൻ ഒരു ഉഗ്രൻ ഐഡിയ പറയാം. എന്താ ചേട്ടാ? അവൾക്ക് ഞങ്ങളുടെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ വീട്ടിൽ പോയിട്ട് രാവിലെയും വൈകുന്നേരം ഒന്ന് സഹായിക്കാൻ പറ്റുമോ? രാവിലെ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കണം, വൈകുന്നേരം എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അങ്ങേർക്ക് താല്പര്യവുമുണ്ട്, തൽപര കക്ഷിയാണ്. അവിടെയുള്ളവരോട് ഇത്തിരി കോഴിത്തരവുണ്ട്. ഇവൾ ചെന്ന് കഴിഞ്ഞാൽ അങ്ങേര് ഓക്കെ ആകും തോന്നുന്നു. കണ്ടാൽ നല്ലൊരു സുന്ദരി പെണ്ണാണല്ലോ. അതുമാത്രവുമല്ല ഇവളുടെ ചൊടിയും ചുണയും ഒക്കെ ഇഷ്ടപ്പെടും. അങ്ങേർക്കാണെങ്കിൽ ആരാണെങ്കിലും മതി എന്നുള്ള അവസ്ഥയിലാണ്. എന്താ ചേട്ടൻ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെ ഒരു ഡോക്ടറല്ലേ, അങ്ങേർക്ക് എന്താ പാട്? അതാ നിനക്കറിയാത്തത്. കാര്യം ഓരോ മനുഷ്യർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. നീ വിചാരിക്കും അങ്ങേർക്ക് കൊമ്പത്തെ നോട്ടമാണെന്ന്. അങ്ങേര് ശരിക്കും നോക്കുന്നത് നാടൻ സുന്ദരികളെയാണ്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. ഞാൻ ഒരു വട്ടം ആലോചിച്ചിട്ടുണ്ട്, എന്തായാലും നിന്റെ ഹിസ്റ്ററി മഹാമോശമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നിന്നെ ഒരു ജോലിക്ക് വിട്ടിരുന്നെങ്കിൽ പല കാര്യങ്ങളും നടക്കുമായിരുന്നു. നിനക്ക് നിൻ്റെ ഇഷ്ടങ്ങൾ നോക്കുമ്പോൾ അവിടെ സുന്ദരനായ ഡോക്ടർ. ഇത്തിരി പ്രായമുണ്ടെന്നേ ഉള്ളൂ, 50 വയസ്സുണ്ട്. എന്താ നിനക്ക് പ്രശ്നം? ഒന്നുമില്ല. സമ്പന്നനായ സുന്ദരൻ. അതുപോലെ പുള്ളിക്ക് സൗന്ദര്യത്തിന് ഇതുവരെ ഒരു കുഴപ്പമില്ല. നിനക്കവിടെ കാര്യങ്ങളൊക്കെ ആകും. പിന്നെ ജോലിയൊക്കെ വീട്ടിൽ ചെയ്യുന്ന പോലെ ചെയ്യുകയും ചെയ്യാം. അതുമാത്രമല്ല കാശ് ഇഷ്ടം പോലെ അങ്ങേര് പ്രദാനം ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എന്നോടൊരു വട്ടം പറഞ്ഞതാണ്, ഞാനത് ഉഴപ്പി വിട്ടു. നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ കിടന്ന് ചാടുമെന്ന് എനിക്കറിയാം. എന്തായാലും സുജി അങ്ങനെ പറഞ്ഞെങ്കിൽ സുജി നമുക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യാം. പക്ഷേ ഒരു കാര്യമുണ്ട്, സുജയോട് എല്ലാം തുറന്ന് പറയണം. അവിടെ ചെന്ന് കഞ്ഞിയും കറിയും മാത്രം വെച്ചാൽ പോരാ, നല്ല രീതിയിൽ തെങ്ങും തേങ്ങയൊക്കെ നോക്കുകയും വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഷോ അതൊരു നല്ല ഓഫറാണല്ലോ. അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പൊന്നുപോലെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല, ഞാൻ സാറിനോട് പറയാം, ഞാൻ ഒരാളെ കൊണ്ടുവരാമെന്ന്. എന്തായാലും അവളെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. എന്നെ കണ്ടു കഴിഞ്ഞാൽ ആ ഡോക്ടറിന് ഇഷ്ടപ്പെടുമോ ചേട്ടാ? അപ്പോഴത്തേക്കിനും അവൾ കിളക്കം വന്നല്ലോ. നീ എന്നാ ആ ഡോക്ടർ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് വാട്സാപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ കാണിച്ചു. കൊള്ളാം, സൂപ്പർ മനുഷ്യൻ. 50 വയസ്സായെന്നൊന്നും പറയില്ല, കണ്ടു കഴിഞ്ഞാൽ 35 പോലും പറയില്ല. സുന്ദരൻ, നല്ല സുന്ദരൻ. എനിക്കാണെങ്കിൽ വല്ലാത്തൊരു നിരാശ തോന്നി. സുജി അങ്ങോട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ സുജ എന്നും തടാകത്തിലൂടെ കളിവെള്ളം തുഴയും. ഞാൻ വെറുതെ കരക്കിരുന്ന് രസിക്കേണ്ടി വരും. എൻ്റെ മനസ്സിൽ അപ്പം തന്നെ അസൂയ നുരഞ്ഞു പൊങ്ങി. ഞാൻ പറഞ്ഞു, ചേട്ടാ അതിന് പകരം ഞാനങ്ങ് പോയാലോ? എൻ്റെ ഭർത്താവ് അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എടി അങ്ങേരെ കണ്ടാൽ ഉടൻ തന്നെ നീ പോകുമെന്ന് എനിക്കറിയാം. പണ്ടേ നിന്നെക്കുറിച്ച് ഞാൻ പറയാറുള്ളതെല്ലാം സത്യമാണ്. പക്ഷേ ഇവിടെ നീ ജോലിക്ക് പോകുന്നതിൽ എനിക്ക് എതിർപ്പില്ല. പക്ഷേ എനിക്ക് ഒരു 6 മാസത്തിനുള്ളിൽ അവിടുന്ന് 3 ലക്ഷം രൂപ വാങ്ങിച്ചു തരാമെങ്കിൽ നിനക്ക് തന്നെ ആ ജോലി ഞാൻ ശരിപ്പെടുത്തി തരാം. പിന്നെ നീ ഇല്ലാത്ത ദിവസങ്ങളിൽ സുജ പോയിക്കോട്ടെ, അവൾക്കും ഒരു സഹായമാകട്ടെ. അത് കേട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി. പക്ഷേ ഈ 3 ലക്ഷം രൂപ എന്തിനാ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ? എടി നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 3 ലക്ഷമല്ല 5 ലക്ഷം രൂപ കടമുണ്ട്. 2 ലക്ഷം ചിട്ടി പിടിച്ച് കിട്ടുമല്ലോ. പിന്നെ ബാക്കി 3 ലക്ഷം അത് 6 മാസത്തിനുള്ളിൽ നീ ശരിപ്പെടുത്തി തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ പോയിക്കോ. എന്താ മനുഷ്യ പറഞ്ഞത്? ഞാനിങ്ങനെ അതിൽ ഉറപ്പ് തരിക? എടി ഇഷ്ടംപോലെ പണമുള്ള ഒരാളാണ്. അയാളുടെ അടുത്ത് നയപരമായി നിന്ന് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് 3 ലക്ഷമല്ല 10 ലക്ഷം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നയം വേണം. നീ വലിയ മിടുക്കിയാണെന്നല്ലേ പറഞ്ഞത്? പണ്ട് കാലത്തുള്ള നിന്റെ ക്രയവിക്രയങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിയതാണല്ലോ. അതുകൊണ്ട് നിനക്ക് പറ്റുമെങ്കിൽ പറഞ്ഞിട്ട് പോവുക. 6 മാസം 3 ലക്ഷം, അതിൽ കൂടുതലുണ്ടെങ്കിൽ നീ എടുത്തോ. ഭാവിയിൽ നിനക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ചോ. പക്ഷെ എനിക്ക് 3 ലക്ഷം കിട്ടണം. എങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ ഞാൻ അയഞ്ഞു തരികയുള്ളൂ. എന്തായാലും നിന്നെ ശീലാവധിയാക്കാനൊന്നും എനിക്കിനി താല്പര്യമില്ല എന്ന് ഭർത്താവ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ മിടുക്ക് കൊണ്ട് ഈ പ്രായത്തിൽ 3 ലക്ഷം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കാം, ട്രൈ ചെയ്യാം. ഇനി അതോ പറ്റിയില്ലെങ്കിലും ഭർത്താവിനോട് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് പറ്റിയില്ല ചേട്ടാ. മറ്റു കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ക്ഷമിച്ച മനുഷ്യൻ ഇതറിഞ്ഞു കഴിയുമ്പോൾ ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞാൽ ചിലപ്പോൾ സഹിച്ചേക്കും. എന്തിനാണ് കിട്ടുന്ന പാൽപ്പായസം വേണ്ടാന്ന് വയ്ക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ മിടുക്കുകൾ, എൻ്റെ കഴിവുകൾ ഞാൻ പുറത്തെടുക്കും. നിങ്ങൾക്ക് 3 ലക്ഷമല്ലേ വേണ്ടത്? അത്രയും തുക ഞാൻ ഒപ്പിക്കും. എനിക്ക് വേറൊന്നും വേണ്ട, അവിടുത്തെ ജോലി മാത്രം മതി.
ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം. നീ കിടന്ന് തുള്ളുന്നത് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാകുപടി. എല്ലാം ഇപ്പം എനിക്ക് മനസ്സിലായി. ആ സാറ് പിന്നെ ഏത് ടൈപ്പാണെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് നീ ജോലിക്ക് പോകൂ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണണം. ആ സമയത്ത് സുജയ്ക്ക് ആ സ്ഥാനത്തേക്ക് നീ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കണം. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ ആ വീട് നോക്കിയാൽ മതി. അവൾക്ക് പ്രയോജനമാകും, നിനക്ക് പ്രയോജനമാകും. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ സുജ അറിയില്ലേ? ഇനിയിപ്പോൾ എന്തോ അറിയാനാ? അവൾ അവളുടെ കാര്യം തുറന്നു പറഞ്ഞു. നീയും ഈ ഒരു പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? രണ്ടുപേരും സമാന മനസ്ഥിതിയുള്ളവർ. അവിടെ എന്ത് കുഴപ്പം ഉണ്ടാകാൻ പോകുന്നത്? അങ്ങനെ ഞാൻ സുജിയോട് പറഞ്ഞു, ഭർത്താവ് ഇതുപോലെ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട് മോളെ. ആഴ്ചയിൽ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ പോകും, ബാക്കിയുള്ള ദിവസങ്ങൾ നീയും പോയാൽ മതി. സാറിന് അതൊക്കെ ഒത്തിരി സഹായമാകും. സാറിൻ്റെ ഇഷ്ടം പോലെ നിൽക്കണം. പലതും കണ്ടില്ല കേട്ടില്ല നടക്കണം. തിങ്കൾ മുതൽ വ്യാഴം വരെ ഞാൻ, വെള്ളി ശനി ഞായർ നീ. അങ്ങനെ നമുക്ക് ആദ്യം വർക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഭർത്താവിൻ്റെ നേതൃത്വത്തിൽ സാറിനെ കാണാൻ പോയത്. ഞങ്ങൾ രണ്ടുപേരെയും സാറിന് ഇച്ഛ ബോധിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഭർത്താവ് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ കൊഞ്ചാനും കുഴയാനും തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വരും. എങ്കിലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഇവളുടെ കാര്യവും കഷ്ടമാണ്. എനിക്കും കുറച്ച് എക്സ്ട്രാ പണം ആവശ്യമുണ്ട്. പിന്നെ സാറ് ഒരു മാസം ഒരാൾക്ക് എത്ര രൂപയെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിൽ പപ്പാതി സുജിക്ക് കൊടുക്കണം, പപ്പാതി എനിക്ക് തരണം എന്ന് പറഞ്ഞു. പൈസ ഒന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല. ഞാൻ വിളിക്കുന്ന സമയത്ത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഇവിടെ വന്ന് നല്ലപോലെ ജോലികൾ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ രണ്ടുപേരും ഏറ്റു. എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ സ്വതന്ത്രയാണ്. പിന്നെ സുജ പോകുമ്പോൾ കുഞ്ഞിനെ വേണമെങ്കിൽ ഞാൻ നോക്കാം, അല്ലെങ്കിൽ ഭർത്താവ് നോക്കിക്കോളും. ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ രാത്രിയാകുമ്പോൾ വരികയും ചെയ്യും. എന്തായാലും അങ്ങനെയാണ് ഞങ്ങളുടെ പൊതുജോലികൾ തുടങ്ങിയത്. രാവിലെ ആകുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകും. എല്ലാം വൃത്തിയാക്കും, സാറിന് വിളമ്പിക്കൊടുക്കും. വിളമ്പിക്കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളി കഴിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. നാളത്തെ ഭക്ഷണം തലേദിവസമേ പറയും. അത് കറക്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അതിനൊക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സുജയ്ക്ക് പാചകം ഇത്തിരി പുറകോട്ടാണ്. അതുകൊണ്ട് സുജയെ കുറ്റം പറയും. അവിടെ ജോലിക്ക് ചെന്ന് 2 ആഴ്ച വളരെ നോർമലായിട്ടാണ് പോയത്. അയ്യോ ചേച്ചി, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും സാറില്ലല്ലോ എന്ന് പറഞ്ഞു. ആ എങ്കിൽ നല്ലത് മോളെ, നമുക്ക് ശമ്പളം മേടിച്ച് കഴിയാം എന്ന് പറഞ്ഞു. എന്നാലും 3 ലക്ഷം എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് എൻ്റെ മനസ്സിൽ. എക്സ്ട്രാ പണം എവിടെ നിന്ന് കിട്ടും ചേച്ചി? ഇത് നമുക്ക് ശരിയാകില്ല. നമുക്കിത് ഉപേക്ഷിക്കാം, വേറെ വഴി നോക്കാമെന്ന് പറഞ്ഞു. നിൽക്കും മോളെ, എല്ലാം ശരിയാകും. നമ്മളിന്ന് പരിചയപ്പെട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസമില്ലേ, വൈകുന്നേരം എന്നെ വിളിച്ചു. ആ സമയത്ത് അങ്ങേർ കുടിച്ചിട്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു 2 പേർ കൂടി എനിക്ക് ഒഴിച്ചു തരണമെന്ന്. നിനക്ക് ഒഴിച്ചു തരാൻ അറിയാവുമെന്ന്. അതിനെന്താ, ഞാൻ ഒഴിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ആവശ്യത്തിന് ഞാൻ കുടിച്ചിട്ടുണ്ട്. എനിക്കിനി വേണ്ടത് മറ്റൊരു ബോധോദയമാണ് എന്ന് പറഞ്ഞു. എനിക്ക് കാര്യം മനസ്സിലായെങ്കിലും എന്താ സാറെന്ന് ചോദിച്ചു. എന്തായാലും എനിക്ക് നല്ല ഫിറ്റായിട്ടിരിക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ ഓക്കെ ആകും. അതുവരെ നീ എൻ്റെ അടുത്തൊന്ന് ഇരിക്കേ എന്ന് പറഞ്ഞു. ഞാൻ അടുത്തിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അങ്ങേർ എൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചു. അവിടെ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. എന്നിട്ട് മോട്ടുമൊയിലിന് വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ വഴി ഞാൻ കണ്ടെത്തി. മോട്ടുമൊയിലിനെയും കണ്ടെത്തി. ഇപ്പോൾ മൊയിൽ തന്നെയാണ്. പക്ഷേ ഇത്തിരി കഴിയുമ്പോൾ സിംഹമാകുമോ നോക്കാമല്ലോ. പക്ഷേ എൻ്റെ കണക്ക് കൂട്ടൽ ശരിയായിരുന്നു. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സിംഹം ഗർജിക്കാൻ തുടങ്ങി. ആ സമയത്ത് സാറ് പറഞ്ഞു, ആദ്യമൊക്കെ എനിക്ക് അങ്ങനെയാണ്, പെട്ടെന്ന് ഫിറ്റാകും, പിന്നെ അതൊക്കെ ആകും. നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത്രയും സുന്ദരനായ സാറിനെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക? അപ്പോൾ പിന്നെ കൂടുതൽ വിസ്തരിക്കേണ്ട കാര്യമില്ലോ എന്ന് സാറ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ടൊരു പാലം ഇട്ടാൽ അങ്ങോട്ട് വേണം. എനിക്ക് ഗുണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ സാറ് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് എൻ്റെ ചെവിയിൽ എൻ്റെ ഗുണങ്ങൾ ഞാൻ എത്ര വേണമെങ്കിലും നിനക്ക് വേണ്ടി പ്രദാനം ചെയ്യും. ഇപ്പോൾ നിനക്ക് ഒന്ന് എന്ന് പറഞ്ഞ് എൻ്റെ ചെവിയിൽ അദ്ദേഹം മൂളി. ഞാൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ? ഇതിലൊക്കെ ഞാൻ അഗ്രഗണ്യാണെന്ന് പറഞ്ഞിട്ട് സാറിന് വേണ്ടി ആ ഗ്രന്ഥത്തിലെ ആദ്യത്തെ അധ്യായം നന്നായി വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ബന്ധം അവിടെ തുടങ്ങിയത്. അത് കഴിഞ്ഞതിൽ പിന്നെ ഞാൻ നല്ല രീതിയിൽ അധികാരത്തോടു കൂടി കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. സാറേ, ഇത്ര കാര്യങ്ങൾ ആവശ്യമുണ്ട്, സുജിക്ക് ഇത്ര കൊടുക്കണം, എങ്കിൽ മാത്രമേ അവളുടെ ജീവിതം മുന്നോട്ട് പോകൂ. സുജിയുടെ കാര്യത്തിൽ
ഇത്തിരി അകന്നാണ് സാർ ആദ്യം നിന്നിരുന്നത്. അദ്ദേഹത്തിന് ഏതോ ഒരു മാന്യതയുടെ വശങ്ങൾ ആദ്യമുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് അതൊക്കെ പോകുന്നത്. പിന്നീട് ഞാനും കൂടി നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുജയെ ഞാനാണ് ഗൈഡ് ചെയ്തത്. അവളെ ഞാൻ മംഗളദീപവുമായി ആരതി ഒഴിയാൻ വിട്ടു. വായിട്ടലയ്ക്കുന്നല്ലാതെ അവൾക്ക് ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു അനുഭവം ജീവിതത്തിലില്ലെന്ന് എനിക്ക് മനസ്സിലായി. പാവമാണ്, പണമുണ്ടാക്കാൻ മാത്രമാണ് മോഹം. അങ്ങനെ ആരതി ഒഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി പണ്ട് തെങ്ങിൻ്റെയും തേങ്ങയുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം സാങ്കല്പികമാണെന്ന്. ഇപ്പോഴെല്ലാം യഥാർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി, ഇത്രയും നാളും എനിക്ക് ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ ഒരു കലക്ക് കലക്കും എന്ന് അവൾ പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സാർ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ദൈവത്തെപ്പോലെ തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒറ്റയ്ക്കും അല്ലാതെയും ഒക്കെ എന്താണോ പറഞ്ഞത് എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിന്നു. ഒത്തിരി സഹായങ്ങളും ചെയ്തു. തിരിച്ച് പ്രതിഫലമായി ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഞങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ കിട്ടി മാഡം. അങ്ങനെയായപ്പോൾ സുജി തന്നെയാണ് പറഞ്ഞത് സാറിനോട്, സാർ മറ്റു സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ കൂടി വിളിച്ചുകൂടെ, ഞങ്ങൾ അവർക്ക് ഡിന്നർ ഒക്കെ ശരിയാക്കി കൊടുക്കുമല്ലോ എന്ന്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ ഐഡിയ കൊള്ളാമല്ലോ എന്ന്. അങ്ങനെ ഞാനും സുജയും അദ്ദേഹത്തിൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾക്ക് ഡിന്നർ ഒരുക്കി കൊടുത്തു. അതിൽ കൂടി ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം സാറും ഞങ്ങൾക്ക് വേണ്ടി പ്രദാനം ചെയ്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സാമ്പത്തിക മോഹം മാത്രമുണ്ടായിരുന്ന ഞങ്ങൾ ശരിക്കും ആവശ്യത്തിലധികം പണം വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയായിരുന്നു. എങ്കിലും നന്നായി അതൊക്കെ സേവ് ചെയ്തു. അപ്പം ചോദിക്കും, എന്താ ഇവിടെ പ്രശ്നം? ഭർത്താവിന് പ്രശ്നമില്ല, ആർക്ക് പ്രശ്നമില്ല മാഡം. ഇങ്ങനെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ കാലം. പക്ഷേ ഒരു 2 മാസത്തിന് മുമ്പ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സുജയുമില്ല, കുഞ്ഞുമില്ല. ഭർത്താവ് അവിടെ അവളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം. അങ്ങനെ ഞാൻ അവളെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. സാറിനെ വിളിച്ച് ഈ കാര്യം പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും സാറും അവിടെ ഇല്ല. ഞങ്ങൾ ആ ഫ്ലാറ്റിൽ പോയി നോക്കി, ഞാൻ എൻ്റെ ഭർത്താവും. പക്ഷേ ഫ്ലാറ്റ് ആ മാസം കൂടെ ഉള്ളൂ. ഡോക്ടർ ജോലി രാജിവെച്ച് വേറെ സ്ഥലത്തേക്ക് പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നീട് കുറേ ദിവസം വിളിച്ചിട്ടും അവിടെ റെസ്പോൺസ് ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ ഡോക്ടർ രാജിവെച്ച് പോയെന്ന് പറഞ്ഞു. ഭർത്താവ് കൊണ്ടുപോയി എന്തൊക്കെയോ പരാതി കൊടുത്തെങ്കിലും അവസാനം അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോഴേക്കും 2 പേരും ബാംഗ്ലൂരാണ്. അവർക്ക് തിരിച്ചു വരാനും മനസ്സില്ല, അവിടെ സെറ്റിലാകുകയാണെന്ന് പറഞ്ഞു. മാഡം, എനിക്കിത് വല്ലാത്ത മനോവശമുണ്ടാക്കി. ചുമ്മാ തുള്ളിക്കളിച്ച് നടക്കുന്ന അങ്ങേർക്ക് ഞാനും സുജയും അങ്ങേരുടെ മറ്റൊത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാം ഒരുപോലെയുള്ളൂ. പെട്ടെന്ന് എങ്ങനെയാണ് സുജയോട് ഇത്രയും സെൻറ്റിമെൻറ്റ്സ് വന്നതും സ്നേഹം വന്നതും എനിക്കത് ഒരിക്കലും മനസ്സിലാകുന്നില്ല. ആ കെമിസ്ട്രി എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. തലേദിവസം വരെ എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാൾ ഒരു സ്ത്രീയെയും കൊണ്ട് പ്രേമമാണ്, ഒന്നിച്ച് ജീവിക്കാനാണെന്ന് പറഞ്ഞ് ഇങ്ങനൊരു സെറ്റപ്പിൽ ഓടിപ്പോകുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ത് മനഃശാസ്ത്രമുള്ളതെന്ന് എനിക്ക് പിടികിട്ടത്തില്ല മാഡം. സ്വസ്ഥതയില്ല. അവരാരും ഇപ്പോൾ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ കിട്ടുന്ന രീതിയിലല്ല. എന്നാലും എൻ്റെ മനസ്സ് സുജയും പിന്നെ സാറിനെയൊക്കെ ഓർത്ത് വല്ലാതെ വിഷമിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ പണം, പദവി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്തുകൊണ്ടല്ല മനുഷ്യർ തമ്മിൽ ഒരു കോർഡിനേഷൻ വരുന്നത്. ഒരാൾക്ക് ചിലപ്പോൾ 100 ഫ്രണ്ട്സ് കാണാം, 100 പാർട്ട്നേഴ്സ് കാണാം. പക്ഷേ അതിലൊരാളോട് എന്തുകൊണ്ട് പ്രത്യേകം തോന്നുന്നു, എന്തുകൊണ്ട് സ്നേഹം തോന്നുന്നു എന്നുള്ളതിന് നമുക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റില്ല. അത് അവർ തമ്മിലുള്ള ഇഴയെടുപ്പം, മാനസിക പൊരുത്തം, അങ്ങനെയുള്ള പല കാര്യങ്ങളും പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ചിലപ്പോൾ കേമിയാണെന്ന് നിങ്ങൾ വിചാരിക്കുമെങ്കിലും സുജി അവിടെ സ്കോർ ചെയ്തു. അതുമാത്രമല്ല, അങ്ങേർക്ക് എല്ലാവരോടും ഒരേപോലെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നപ്പോൾ സുജിക്ക് മാത്രം ഒരു പ്രത്യേകത കിട്ടുകയും ചെയ്തു. ചിലപ്പോൾ അത് ഹ്രസ്വകാലത്തേക്കുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ദീർഘകാലമായിരിക്കാം, ഒന്നും അറിയില്ല. എന്തായാലും സുജ കാണിച്ചത് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡോക്ടറുടെ മനസ്സിലെന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ എന്നും അറിയാൻ പറ്റില്ല. യഥാർത്ഥ പ്രേമമാണോ, കല്യാണം കഴിക്കുമോ ഭാവിയിലൊന്നും അറിയാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കറിയാത്ത എന്തോ കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അസൂയപ്പെട്ടിട്ടും കാര്യമില്ല, നോക്കിയിരുന്നിട്ടും കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. അവർ മതിയാകുമ്പോൾ തിരിച്ചു വരും, അല്ലെങ്കിൽ നന്നായി ജീവിക്കും, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നേ പറ്റുകയുള്ളൂ. ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 2 വ്യക്തികൾ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സൗഹൃദമാകാം, വേറെന്തെങ്കിലും ആകാം, ചിലപ്പം സൗഹൃദമേ കാണില്ല, അവർ ശത്രുക്കളായിരിക്കാം, നമുക്കൊന്നും അറിയില്ല. ഈ ലോകം വളരെ വിചിത്രമാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. ആർക്കും ഒന്നും നിർവചിക്കാൻ പറ്റില്ല.